എറണാകുളം നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറടിച്ച് കൊലപ്പെടുത്തിയ CISF ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് CISF വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ശബ്ദ സന്ദേശം. കൊല്ലപ്പെട്ട ഐവിൻ ജിജോയെ ഗുണ്ടയായി ചിത്രീകരിക്കാനും ശ്രമം. ഐവിൻ 5 പോലീസ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യാജ പ്രചാരണം. ഇതിന്റെ ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. ആ ശബ്ദ സന്ദേശത്തിലേക്ക് സത്യത്തില് എന്താണ് അവിടെ സംഭവിച്ചത്, ഇവരാരൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രമാത്രം വലിയ ഗുണ്ടകളായിരുന്നു ഇവന്മാര്. ഇവരുടെ ചെറുതായിട്ടുള്ള തർക്കങ്ങള് പേര് പറയാത്ത ഒരു സ്ഥാപനത്തിൽ വെച്ച് നടന്നു. അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വീണ്ടും പുറകെ നടന്ന് ചെയ്തു. പിന്നെ വണ്ടിക്ക് കുറുകെ വെച്ചു. 4-5 പേര് ഇറങ്ങി വന്ന് വണ്ടിയുടെ ചില്ലിനിട്ട് കൈകൊണ്ട് അടിച്ചു. നമ്മുടെ ഇപ്പൊ ആശുപത്രി കിടക്കുന്ന സാറിന്റെ മുഖത്തിനിട്ട് വന്ന് ഇടിച്ചു. അങ്ങനെ പലതരത്തിലുള്ള അക്രമങ്ങൾ ചെയ്തപ്പം 5 പേര് വണ്ടിയുടെ ബോണറ്റെ കയറിയിരുന്നപ്പം ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. അന്നേരം പെട്ടെന്ന് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ 4 പേരും സൈഡിലേക്ക് പോയി. ഒരുത്തൻ മാത്രം അതേ കിടന്നു. അവനാണെങ്കിൽ ഇവിടുത്തെ 5ഓളം കേസുകൾ അവന്റെ പേരിലുണ്ട്. അവൻ ഇവിടുത്തെ ഒരു ഗുണ്ടയാണ്. അവൻ ഒരിടത്തും ജോലി കൊടുക്കാഞ്ഞിട്ട് രാഷ്ട്രീയക്കാര് പറഞ്ഞിട്ടെങ്ങാണ്ട് കാപ്സിലൊരു ഷെഫിന്റെ സ്ഥാനമാണ്. ഷെഫാണോന്നൊന്നും അറിയത്തില്ല. ഗുണ്ടാകൃതിയാണ് അവന്റെ ജോലി. അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് അവന്. തീർത്തും അക്രമകാരിയായിരുന്നു. ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് സാർ അറ്റ കൈക്ക് ഇത് ചെയ്തതാണ്. ജീവനും കൊണ്ട് ഓടിയപ്പം ഇവൻ ആ ബോണറ്റിൽ കിടന്നു. ബാക്കി 4 പേര് സൈഡിലേക്കായി പോയി. പിന്നെ ഇവനെ കൊല്ലാതെ പറ്റില്ലായിരുന്നു. അമൽ സുരേന്ദ്രനാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അമൽ, CISFന്റെ ഗ്രൂപ്പിലാണ് എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ആ അമ്മയുടെ വാക്കുകൾ വീണ്ടും ഓർമ്മ വരികയാണ്. എൻ്റെ മകൻ ഒരു പാവമായിരുന്നു, അവന് പേടിയായിരുന്നു, ഭയമായിരുന്നു. തെരുവുനായ്ക്കളുടെ ആക്രമണം, അത് ഭയന്നാണ് അവനെ സ്കൂട്ടറിൽ വിടാതെ, ബൈക്കിൽ വിടാതെ അവനെ കാറിൽ വിട്ടിരുന്നത്. എന്തിനിത് ചെയ്തു? അതിക്രൂരമായ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ. പറയൂ കൂടുതൽ വിവരങ്ങൾ. സ്മിത, ഈ വാർത്ത പുറത്തുവിടുന്നതിന് മുൻപ് എന്നെ സംബന്ധിച്ചുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെയും അച്ഛന്റെയും മുഖമായിരുന്നു. നമുക്ക് ആശിക്കാം, ഈ ഒരു ശബ്ദ സന്ദേശം സ്വന്തം മകനെ ഗുണ്ടയെന്ന് അവനെ കൊന്നതിന് ശേഷവും ഒരു CISF ഉദ്യോഗസ്ഥൻ വിളിക്കുന്ന ഈ ശബ്ദ സന്ദേശം അവന്റെ അമ്മയോ അച്ഛനോ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഏതായാലും കേരളത്തിലുള്ള CISFന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് ഈ വാർത്ത പ്രചരിക്കാൻ തുടങ്ങിയത്. ഇതിന് പിന്നിൽ വലിയ തരത്തിലുള്ള ദുഷ്ടലാക്ക് ഉണ്ട് എന്ന് ഇതിനോടകം തന്നെ ഐവിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നുണ്ട്. അതായത് ഉന്നത CISF ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മറ്റു ചിലരാണ് ഇത്തരം ശബ്ദ സന്ദേശങ്ങൾ, വ്യാജമായിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നാണ് അവരുടെ ആരോപണം. ഏതായാലും ഐവിനെ കുറിച്ച് ഈ ഒരു ശബ്ദ സന്ദേശം കേട്ടതിന് ശേഷവും നമ്മൾ അന്വേഷിക്കുകയുണ്ടായി. ഒരു തരത്തിലും ഇതിൽ പറയുന്ന ഒരു കാര്യത്തിനും ന്യായീകരിക്കത്തക്ക വിധത്തിലുള്ള ഒരു വസ്തുതയും നമ്മുടെ അന്വേഷണത്തിൽ ലഭിച്ചിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അവർ ഐവിനെ ഗുണ്ടയെന്നും ഇത്തരത്തിൽ ഉള്ള ഒരു ക്രിമിനൽ എന്നൊക്കെ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇത് ഏതായാലും ഈ ഒരു CISFനെ വെള്ളപൂശാൻ, അല്ലെങ്കിൽ ഈ ആക്രമണം നടത്തിയവരെ വെള്ളപൂശാൻ ന്യായീകരിക്കുവാനുള്ള ശ്രമമാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ഏതായാലും ഈ ഒരു ഗ്രൂപ്പുകളിൽ ഇത്തരം ശബ്ദ സന്ദേശങ്ങൾ വന്നതിന് ശേഷം പലതരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരികയുണ്ടായി. അതിനുശേഷം ഇത് ഒരു പ്രശ്നമായേക്കാം എന്ന് ഭയപ്പെട്ടത് കൊണ്ടാവണം അവർ പിന്നീട് ഈ ശബ്ദ സന്ദേശം ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും നമ്മളിപ്പോൾ കേട്ട ശബ്ദ സന്ദേശം എന്ന് പറയുന്നത് റെജി ജോർജ് എന്ന CISF ഉദ്യോഗസ്ഥന്റേതാണ്. ഇയാൾ ഏത് ഡിവിഷനിലാണ് വർക്ക് ചെയ്യുന്നത് എന്നത് നമുക്ക് ഏതായാലും വ്യക്തമായിട്ടില്ല. പക്ഷേ ഈ ശബ്ദ സന്ദേശം ഒരു ചർച്ചയായതിനു ശേഷം ഇയാൾ ഇത് ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഒരു ശബ്ദ സന്ദേശത്തെ തുടർന്ന് സൈബർ ആക്രമണം, അതായത് കൊന്നതിന് ശേഷവും ഐവിനെതിരെ സൈബർ ആക്രമണം ശക്തമാക്കുന്ന ഒരു വിഭാഗത്തിന്റെ നടപടിക്കെതിരെ നിയമ നടപടിക്ക് മുതിരുകയാണ് ബന്ധുക്കൾ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ CISF ഈ ഉദ്യോഗസ്ഥരെ, പ്രതികളായ 2 ഉദ്യോഗസ്ഥർക്ക് എതിരെ ശക്തമായ നടപടിയെടുക്കാൻ, അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ തുടങ്ങുകയാണ് എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശം CISFന്റെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പുറത്താവുന്നത്. സ്മിത. യെസ്, അമൽ പറഞ്ഞതുപോലെ ഈ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കൊലപാതകളെ രക്ഷിക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായി തന്നെ ആകാം. അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയും ഒക്കെ ഉണ്ടായേക്കാം. ഇപ്പോൾ ഏതായാലും അവർ ഈ ശബ്ദ സന്ദേശം പിൻവലിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ശബ്ദ സന്ദേശം അതൊരു തെളിവായി തന്നെ ഒരു പക്ഷേ നൽകേണ്ടി വരുമായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ, വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത് ആ കുടുംബത്തിനെ എത്രത്തോളം വേദനിപ്പിക്കും എന്നുള്ളത് അമൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും മുഖമാണ് ആദ്യം ഇതെല്ലാം കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. എന്തായാലും കർശനമായ നടപടികൾ ഉണ്ടാകട്ടെ. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.